പോരുവഴി ഗ്രാമപഞ്ചായത്തിലെ ഗ്രന്ഥശാലകൾക്ക് ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനങ്ങൾ നടത്തിയതിന് സർട്ടിഫിക്കറ്റുകൾ നൽകി. ഹരിത കേരള മിഷൻ നടത്തിവരുന്ന മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗ്രന്ഥശാലകൾ നടത്തിയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് സർട്ടിഫിക്കറ്റുകൾ നൽകിയത്. പോരുവഴി ഗ്രാമപഞ്ചായത്തിലെ ഗ്രന്ഥശാലകൾ നടത്തിയ ഹരിത ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ ഗ്രന്ഥശാലകൾക്ക് പോരുവഴി ഗ്രാമപഞ്ചായത്ത് ഗ്രന്ഥശാല പ്രഖ്യാപന സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പോരുവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനു ഐ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രന്ഥശാല പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 3-4 ഘട്ടങ്ങളായിട്ടാണ് പ്രഖ്യാപനം നടന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ 3-4 പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു. പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കൽ, ഗ്രന്ഥശാല ഹരിതവൽക്കരണം, പ്ലാസ്റ്റിക് വിമുക്തമാക്കൽ എന്നിങ്ങനെ 3-4 പ്രോഗ്രാമുകളായിട്ടാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ജ്ഞാനസംവർദ്ധിനി ഗ്രന്ഥശാലയുടെ ഒരു അംഗം എന്ന നിലയിൽ നമ്മളവിടെ ചെയ്ത പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അവിടെ ചെയ്തത് നമ്മൾ പൊതു സ്ഥലം വൃത്തിയാക്കലെന്ന് പ്രവൃത്തി ഏറ്റെടുത്തത് നമ്മുടെ പലവട്ടത്തുള്ള ഒരു പൊതുക്കിണറും അതിനോട് ചുറ്റുമുള്ള പ്രദേശമാണ്. നമ്മൾ അവിടെ വൃത്തിയാക്കിയിട്ട് അവിടെ ചെടികളും ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചു. രണ്ടാമത് ചെയ്തത് പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്ന പരിപാടിയായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഗ്രന്ഥശാലയോട് ചേർന്ന് നമുക്ക് പഞ്ചായത്തിൽ നമുക്ക് വാർഡിലെ ഒരു മിനി MCF അറിയാമല്ലോ, പ്ലാസ്റ്റിക് കൊണ്ട് ശേഖരിച്ച് വെക്കുന്ന മിനി MCF ഉണ്ട്. അപ്പം അവിടെ വൃത്തിയാക്കുകയും പ്ലാസ്റ്റിക് ഉൾപ്പെടെ നമ്മൾ മാറ്റുകയും ഗ്രന്ഥശാല പ്ലാസ്റ്റിക് വിമുക്തമാക്കി. കൂടാതെ ഒരു ക്യാമ്പയിൻ എന്ന നിലയിൽ ഹരിതകർമ്മസേന അംഗങ്ങളെ വിളിക്കുകയും നമ്മുടെ ഹരിതകർമ്മസേനയുടെ ഭാഗമായിട്ടുള്ള IRTC കോർഡിനേറ്ററെ വിളിപ്പിച്ചിട്ട് നമ്മുടെ ഗ്രന്ഥശാലയിൽ വെച്ച് ഒരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രന്ഥശാലയിലെ അംഗങ്ങൾ മാത്രമല്ല, നമ്മുടെ വാർഡിനെ സംബന്ധിച്ചുള്ള വാർഡുകളിൽ നിന്ന് തന്നെ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ, നമ്മുടെ ആശാ വർക്കർമാർ, കുടുംബശ്രീ അംഗങ്ങൾ, മറ്റ് ഗ്രന്ഥശാലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, സ്കൂളിലെ കുഞ്ഞുങ്ങൾ തുടങ്ങിയവരെയൊക്കെ പലതവണയായിട്ട് വിളിച്ച് അവരുടെയും കൂടെ ഒരു സേവനം ഹരിതകർമ്മസേനയുമായിട്ട് അവർക്ക് നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് അടക്കം അല്ലെങ്കിൽ കുടുംബശ്രീക്ക് അടക്കം ഒരു ബോധവൽക്കരണ ക്ലാസ് ഒക്കെ നടത്തി. അങ്ങനെയാണ് ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനത്തിന് മുന്നോടിയായി കുറെ പ്രവർത്തനങ്ങൾ നടത്തിയത്. കുന്നത്തൂർ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് B. ബിനീഷ് അധ്യക്ഷത വഹിച്ചു. സാധാരണഗതി നമ്മൾ പറയും, ഈ പ്രപഞ്ചം വരുന്ന തലമുറയ്ക്ക് നമുക്ക് കൊടുക്കണം, അതുകൊണ്ട് ഇത് കുഴപ്പമൊന്നുമില്ലാതെ അവർക്ക് അങ്ങ് തിരിച്ചു കൊടുക്കണം, അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുകയാണെന്ന് പറയും. അപ്പം നമ്മുടെ ഒരു ഔദാര്യമായിട്ടാണ് വരുന്നത്. നമ്മളിവിടെ ജനിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി വരുന്ന തലമുറയ്ക്ക് ഇത് കൊടുക്കണം. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം. നമ്മുടെ ഒരു ഔദാര്യ മനോഭാവമാണ് അതിൽ വരുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പം ലോകം മാറി ചിന്തിച്ചു കഴിഞ്ഞു. ഇപ്പം ലോകം അതിനെ വിവക്ഷിക്കുന്നത് അങ്ങനെയല്ല. ഇനി ജനിക്കാനിരിക്കുന്ന തലമുറ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന തലമുറ, ആ തലമുറയുടെ കയ്യിൽ നിന്നും കടം കൊണ്ടതാണ് ഈ പ്രപഞ്ചം. നമ്മൾ അതായത് ഇപ്പോൾ ജീവിക്കുന്ന നമ്മൾ ഇനി ഇവിടെ ജനിക്കാനിരിക്കുന്ന തലമുറയുടെ കയ്യിൽ നിന്നും കടം കൊണ്ടതാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പം നമ്മൾ ഈ ഹരിത ഗ്രന്ഥാലയം എന്ന ഒരു ആശയത്തിൻ്റെ പേരിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങാൻ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഗ്രന്ഥശാലകൾ മാത്രമല്ല, നമ്മുടെ വീടും പരിസരവും എല്ലാം നമ്മുടെ മനസ്സടക്കം ഹരിതാഭമായി മാറിയില്ല എങ്കിൽ വരും കാലത്ത് അല്ലെങ്കിൽ കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ നമുക്കിവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഈ ദിവസം, ഈ നിമിഷം നമ്മൾ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സിബി ചാക്കോ, ലൈബ്രറി കൗൺസിൽ പഞ്ചായത്ത് സമിതി കൺവീനർ M. സുൽഫിഖാൻ റാവുത്തർ, M. നിസാമുദ്ദീൻ, K. നീലാംബരൻ, വാറുൽ ഷാജി, അനിൽ സത്യചിത്ര, സന്തോഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.